ഹലോ നമസ്കാരം. എക്സൽ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് കൗണ്ട് എ, കൗണ്ട് ഇഫ്, കൗണ്ട് ഇഫ് എസ്, അതേപോലെ തന്നെ വി ലുക്കപ്പ് ആൻഡ് ഇൻഡെക്സ് വിത്ത് മാച്ച് ഇൻഡെക്സ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇതിലെല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പത്തെ പ്രോഗ്രാമിൽ പറഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ ചേഞ്ച് വരുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൽ വന്നിട്ടുള്ളത്, എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനാണ് എന്നത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യന്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൗണ്ട് എ വെച്ചിട്ടുള്ളതാണ്. എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഈ സൈഡിൽ ഈ ഭാഗത്തായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് ഈക്വൽ ടു ഇടുക. അതിനുശേഷം നമ്മളിവിടെ വന്ന് കൗണ്ട് എ എന്നെഴുതി. കൗണ്ട് എ എന്നുള്ളത് ടെക്സ്റ്റുകളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എ എന്ന് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോളം, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ നെയിം എഴുതിയ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കാം. അപ്പോൾ ഇതിൽ എത്ര എംപ്ലോയീസ് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ 21 എംപ്ലോയീസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്കിവിടെ കാണിക്കേണ്ടത് കൗണ്ട് ഇഫ് യൂസ് ചെയ്തിട്ടാണ്. കൗണ്ട് ഇഫ് ഉപയോഗിച്ചിട്ട് എത്ര എംപ്ലോയീസ് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് കൗണ്ട് ഇഫ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ഇഫ് എന്ന് എഴുതുക, കൗണ്ട് ഇഫ്. ഓക്കെ. അതിനുശേഷം റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം ഏതാണോ റേഞ്ച് ആ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഈ ഭാഗമാണ്, അപ്പോൾ ആ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി അതിനുശേഷം നമുക്ക് എന്താണ് കാണേണ്ടത്, സെയിൽസ് എക്സിക്യൂട്ടീവ് എത്രയാണെന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള കോളവും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ മാത്രമായിട്ട് എത്ര എണ്ണാണെന്നുള്ളത് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ കൗണ്ട് എ കഴിഞ്ഞു, കൗണ്ട് ഇഫ് കഴിഞ്ഞു. ഇനി കൗണ്ട് ഇഫ് എസ് ആണ്. ഒന്നിലധികം കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് ഇഫ് എസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ സെയിൽസ് എക്സിക്യൂട്ടീവ് ആമസോണിലും അതേപോലെ മിന്ത്രയിലും എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിനുശേഷം ഞാൻ ഇവിടുന്ന് ആമസോൺ സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ മുകളിലൊരു ഹെഡിങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് മിന്ത്രയാണ്. അപ്പോൾ മിന്ത്ര എന്നുള്ള സൈറ്റിൻ്റെ പേരും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഹെഡിങ്ങും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാണേണ്ടത്. ആദ്യം നമുക്ക് ആമസോണിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ എണ്ണം നമുക്ക് നോക്കാം. അപ്പോൾ ഈക്വൽ ടു ഇടുക. എന്നിട്ട് ഇവിടെ ഒന്ന് കൗണ്ട് ഇഫ് എസ് എന്നെഴുതി, കൗണ്ട് ഇഫ് എസ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ, എണ്ണാണ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി എന്ത് ചെയ്യാം, നമുക്കിവിടെ വന്ന് ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളതിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് ക്രൈറ്റീരിയ കൊടുക്കാം. അപ്പോൾ നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ക്രൈറ്റീരിയയാണ് നമുക്ക് കണ്ടത്. അപ്പോൾ അത് എഴുതി. അതിനുശേഷം എഗെയിൻ ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തത് ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് ഏതാണോ കാണേണ്ടത് അത് ചേർക്കുക. അപ്പോൾ നമുക്ക് ആമസോണാണ് കണ്ടത്. അപ്പോൾ ആമസോൺ സെലക്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിച്ചാൽ ആമസോണിൽ എത്ര സെയിൽസ് എക്സിക്യൂട്ടീവ് വരുന്നുണ്ടെന്ന് ഇവിടെ കാണിച്ചു തരും. ഇനി അതേപോലെ തന്നെ മിന്ത്രയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് കൗണ്ട് ഇഫ് എസ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്യാം. അതിനുശേഷം രണ്ടാമത്തെ ക്രൈറ്റീരിയയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ കീ റെസ്പോൺസ് ഏരിയ എന്നുള്ള ഈ ഭാഗം നമുക്ക് വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു കോമ ഇട്ടു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ മിന്ത്ര എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുമ്പോൾ ഓക്കെ, കൗണ്ട് ഇഫ് എസ് മിന്ത്ര. ഓക്കെ, സം എറർ ഉണ്ട്. നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ഈക്വൽ ടു
ആദ്യം ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് കൗണ്ട് ഇഫ് എസ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ക്രൈറ്റീരിയ റേഞ്ച് എന്നുള്ളിടത്ത് നമ്മൾ ഈ റേഞ്ച് ഏതാണോ അത് നമ്മളൊന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോമ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ക്രൈറ്റീരിയ ചേർത്ത് കൊടുക്കുക, സെയിൽസ് എക്സിക്യൂട്ടീവ് ചേർത്തു. ഇനി രണ്ടാമത്തെ എണ്ണം നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കീ റെസ്പോൺസ് ഏരിയ എന്നുള്ളത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മളിവിടെ വന്ന് മിന്ത്ര എന്ന് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അതിൽ എത്ര എണ്ണമാണ് വരുന്നതെന്ന് നമുക്കിവിടെ കാണിക്കണം. അപ്പോൾ ആമസോണിൽ എത്രയെന്നും മിന്ത്രയിൽ എത്രയാണെന്നും എന്നുള്ളതും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്കടുത്തത് വി ലുക്കപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എംപ്ലോയി ദിനേശ് ആൻഡ് വിശാൽ പോസ്റ്റ് ആൻഡ് കീ റെസ്പോൺസ് ഏരിയ. അപ്പോൾ ദിനേശിൻ്റെയും വിശാലിൻ്റെയും പോസ്റ്റും അതേപോലെ കീ റെസ്പോൺസ് ഏരിയയും നമുക്കിവിടെ കാണണം. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് വിശാലാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ വിശാലിൻ്റെ പേര് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ വിശാൽ പോലെ തന്നെ നമുക്ക് വേണ്ടത് ദിനേശാണ്. അപ്പോൾ ദിനേശിൻ്റെ പേര് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അവരത് എന്തൊക്കെയാണ് വേണ്ടത്, ആദ്യം നമുക്ക് വേണ്ടത് പോസ്റ്റ് ഏതാണോ അതാണ് നമുക്ക് വേണ്ടത്, അതായത് അവരുടെ ഡെസിഗ്നേഷൻ ഏതാണോ അതാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചേർത്തു. അതേപോലെ തന്നെ അവരെ കീ റെസ്പോൺസ് ഏരിയയും നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്തു. വി ലുക്കപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. വി ലുക്കപ്പ് എന്താണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈക്വൽ ടു വി ലുക്കപ്പ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഈ വാല്യൂ സെലക്ട് ചെയ്തു. അതിനുശേഷം ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ഈ കൊടുത്ത ഈ ഫുൾ ടേബിൾ നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് കോൾ ഇൻഡെക്സ് നമ്പർ, അപ്പോൾ ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് എത്രാമത്തെ കോളത്തിലാണ് വരുന്നു എന്നുള്ളത് നമുക്ക് കാണണം. അപ്പോൾ ഒന്നുകൂടി ഈ ഏരിയ സെലക്ട് ചെയ്തത് നമുക്ക് ഒന്നുകൂടി ചേഞ്ച് ചെയ്യണം. കാരണം ഇവിടെ നിന്നിട്ട് ഈ നെയിം മുതൽ എന്നുള്ള ഭാഗം മതി. അപ്പോൾ ആ ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്രാമത്തെ കോളത്തിലാണ് വേണ്ടത്, രണ്ടാമത്തെ കോളത്തിലെ ഡാറ്റാസാണ് വേണ്ടത്. അപ്പോൾ 2 എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ വിശാൽ എന്നുള്ളത് വരുന്നത്, വിശാൽ എന്ന ആ വ്യക്തി വരുന്നത് ബ്രാഞ്ച് മാനേജർ. ഓക്കെ, ഇവിടെ വന്ന് എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫാൾസ് എന്നുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ 0 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വിശാൽ എന്നുള്ളത് നമുക്ക് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് നമുക്കിവിടെ വരുന്നത്. ഇനി അതേപോലെ തന്നെ ദിനേശിൻ്റെയും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ഈ വാല്യൂ സെലക്ട് ചെയ്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ ആ കൊടുത്ത ആ ടേബിൾ നമുക്ക് ഇവിടുന്ന്, അതായത് ആ നെയിം ഫസ്റ്റ് വരേണ്ട രൂപത്തിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോമ ഇട്ടു. അതിനുശേഷം കോൾ ഇൻഡെക്സ് നമ്പർ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, 2 എന്ന് ചേർത്ത് കൊടുക്കാം. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഞാനിവിടെ വന്ന് ഫാൾസ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ SME എന്നുള്ള സോഷ്യൽ മീഡിയ ആ ഭാഗത്താണ് നമുക്ക് വരുന്നത്. അപ്പോൾ ദിനേശിൻ്റെ ഇതേതാണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് അവരെ കീ റെസ്പോൺസ് ഏരിയ നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഈക്വൽ ടു എന്നിട്ട് ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പേര് സെലക്ട് ചെയ്തു. ടേബിൾ ഓഫ് അറേ എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഭാഗം വരേണ്ട രൂപത്തിൽ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കോൾ ഇൻഡെക്സ് നമ്പർ എന്നുള്ളിടത്ത് നമുക്ക് മൂന്നാമത്തെ കോളത്തിലാണ് വരുന്നത്. അപ്പോൾ 3 എന്ന് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഫാൾസ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ എന്താണോ ഒരു കീ റെസ്പോൺസ് ഏരിയ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്തത് നമുക്ക് ദിനേശിൻ്റെയും കാണാം. അപ്പോൾ ഇവിടെ വന്ന് വി ലുക്കപ്പ് എന്നെഴുതി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് ദിനേശ് സെലക്ട് ചെയ്തു. കോമട്ടിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗം, ഇത്രയും ഭാഗമല്ല, ഈ നെയിം മുതലുള്ള ഭാഗം നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു കോമ ഇട്ട് കൊടുക്കുക. കോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് മൂന്നാമത്തെയാണ് വരുന്നത്. അപ്പോൾ 3 എന്ന് ചേർത്തു. എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഞാനിവിടെ വന്ന് ഫാൾസ് എന്നും ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ അവർ ഏത് മേഖലയിലാണ് വരുന്നതെന്ന് നമുക്കിവിടെ, ദിനേശ് ഏത് മേഖലയിലാണ് വരുന്നതെന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ ഇൻഡെക്സ് മാച്ച് ഇൻഡെക്സ് വെച്ചിട്ടാണ് അഭിഷേകിൻ്റെയും ഹേമയുടെയും എംപ്ലോയി ID നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരണം. അപ്പോൾ ആരതൊക്കെയാണ്, ആദ്യം നമുക്ക് അഭിഷേക് എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അഭിഷേകിനെ സെലക്ട് ചെയ്തു, അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് ഹേമ എന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഹേമ എന്ന പേര് നമുക്കിവിടുന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് നമ്മളിവിടെ വന്ന് ചേർത്ത് കൊടുത്തു. ഇനി അവർ എന്താണ് കണ്ടത്? എംപ്ലോയി ID ആണ് കണ്ടത്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഹെഡിങ് ആയിട്ട് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹേമയുടെ എംപ്ലോയി ID നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ഇൻഡെക്സ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ആദ്യം തന്നെ എന്ത് ചെയ്തു? ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അറേ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ വന്ന് ഈ ടേബിൾ മൊത്തത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം. എത്ര ഭാഗമാണോ വരുന്നത് അത് മുഴുവനായിട്ടും സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? മാച്ച് എന്നിട്ടതിന് ശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്തു? ഈ ഭാഗം സെലക്ട് ചെയ്തു. അതിനുശേഷം ആ കോളം നിൽക്കുന്ന ഭാഗം ഏതാണോ അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഭാഗമാണ്, ഈ നെയിം എന്നുള്ള ഭാഗത്തിലാണ് ആ പേര് നിൽക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യാം. പിന്നെ എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 0 അല്ലെങ്കിൽ ഫാൾസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് കോൾ ഇൻഡെക്സ്, അത് റോ നമ്പർ നമ്മളിവിടെ കണ്ടെത്തി. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കോളൻ നമ്പർ കൂടി കണ്ടെത്തണം. അപ്പോൾ എഗെയിൻ കോമട്ടിന് ശേഷം ഇൻഡെക്സ് എന്ന് ചേർത്ത് കൊടുക്കാം. വാല്യൂ എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അറേ മാച്ച് എന്ന് ചേർത്ത് കൊടുക്കുക. നമുക്ക് തെറ്റിയതാണ്. മാച്ച് എന്ന് ചേർത്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് എംപ്ലോയി ID ചേർത്ത് കൊടുത്തു. ഇനി ആ എംപ്ലോയി ID നിൽക്കുന്ന ആ ഭാഗം ഏതാണോ അത് നമുക്കിവിടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടെ ജസ്റ്റ് ഒരു 0 ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യാൻ മിസ്സായതുകൊണ്ടാണ്. അപ്പോൾ ഇതിവിടെ എസ് അമർത്തിയാൽ അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഹേമയുടെ എംപ്ലോയി ID എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ തന്നെ അഭിഷേകിൻ്റെയും ചെയ്യാം. അപ്പോൾ ഈക്വൽ ടു ഇൻഡെക്സ് എന്ന് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അറേ എന്നുള്ളിടത്ത് നമ്മൾ ഈ ടേബിൾ മുഴുവനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു കോമറ്റ് കൊടുക്കുക. റോ നമ്പർ എന്നുള്ളിടത്ത് നമ്മളിവിടെ വന്ന് മാച്ച് എന്ന് ചേർത്ത് കൊടുത്തു, മാച്ച് എന്ന് ചേർത്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ അഭിഷേകിനെ സെലക്ട് ചെയ്തു. ഇനി ഈ അഭിഷേക് എവിടെയാണോ കിടക്കുന്നത് ആ ഭാഗം നമുക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു കോമറ്റിന് ശേഷം എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ജസ്റ്റ് 0 എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് കോളം നമ്പർ കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് മാച്ച് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ലുക്കപ്പ് വാല്യൂ എന്നുള്ളിടത്ത് നമ്മൾ എംപ്ലോയി ID എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം? ഈ ഹെഡിങ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാക്റ്റ് മാച്ച് വരാൻ ഇവിടെ ജസ്റ്റ് 0 ചേർത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. വീണ്ടും ഒരു ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ അഭിഷേകിൻ്റെ എംപ്ലോയി ID എത്രയാണോ വരുന്നത് അത് നമുക്കിവിടെ കാണിക്കും. അപ്പോൾ അഭിഷേകിൻ്റെ എംപ്ലോയി ID എന്ന് പറയുന്നത് 115 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കൗണ്ട് ഈഫസ്, വി ലുക്കപ്പ് ആൻഡ് മാച്ച് ഇൻഡെക്സ് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ച വർക്ക് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.